എൻ്റെ ഈ സമീപത്തിരിക്കുന്ന സിവിൽ ഡിഫൻസ് ടീമാണ്. അതായത് സംസ്ഥാന ഫയർഫോഴ്സിൻ്റെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന സിവിലിയൻസിൻ്റെ സേനയാണ്. നമുക്കറിയാം 2018 പ്രളയത്തിന് ശേഷം എത്രത്തോളം സഹായകരമാണ് ഈ സിവിലിയൻ സേന. ഞങ്ങൾ കാസർഗോഡ് നിന്ന് വരുന്നത്. അതെ സാർ, നമ്മൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നതാണ്. നമ്മൾ തൃക്കേപ്പൂർ നിലയം അങ്ങനെ 5ഓളം ശേഷം ഏകദേശം 42 പേര് ഇന്നലെ രാത്രി ഇവിടെ എത്തി. ഇന്ന് 6 മണിക്ക് ഇവിടെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. സാധാരണഗതിയിൽ ഇത്തരം അവസരങ്ങൾ നമ്മൾ പറയാറുണ്ട്, ഈ ആളുകൾക്ക് നമുക്ക് ഈ ഇത്തരം ശരീരഭാഗങ്ങളൊക്കെ എടുക്കുമ്പോൾ ഭയം തോന്നും. നിങ്ങൾക്കൊരു ട്രെയിൻഡ് ആൾക്കാർ കൂടിയാണല്ലേ? അതെ, നമ്മൾ ഇതിനായി ട്രെയിനിങ്ങെല്ലാം കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റേഷൻ തലത്തും ജില്ലാതലം സംസ്ഥാന തലം 3 തല ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുകയാണ് ലഭിച്ചിട്ടുണ്ട്. വനിതാ അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. സാധാരണ ആളുകൾക്ക് ഒരു വനിതകളൊക്കെ ഈ മേഖല എങ്ങനെ പ്രവർത്തിക്കും? സിവിൽ ഡിഫൻസിന്റെ വനിതാ അംഗങ്ങൾ സജീവമാണല്ലേ? സജീവമാണ്, പറഞ്ഞോളൂ. സജീവമാണ്. എല്ലാവർക്കും നല്ല താല്പര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് മാൻ പവർ അതേ കൊടുക്കാൻ പറ്റൂ. നമുക്ക് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ട്രെയിൻഡ്. നിങ്ങളുടെ കൂടെ എത്ര വനിതകളുണ്ട്? നമ്മളത് ഇവിടെ ഇപ്പം ഞാനേ ഉള്ളൂ ഈ ബാച്ചിൽ. ഫസ്റ്റ് ബാച്ചിൽ 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അടൂരിൽ നിന്നല്ലേ? നമ്മളിവിടുന്ന് തൃക്കരപ്പൂര്, കുറ്റിപ്പൂര്. ഈ കാസർഗോഡ് നിന്ന് വന്ന ടീമംഗങ്ങളാണ്. ഇവരുടെ ഒരു പ്രവർത്തനം നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവരുടെ ഒരു സേവനം എന്ന് പറയുന്നത്, അതായത് സിവിൽ ഡിഫൻസ് അംഗങ്ങൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് സിവിലിയൻസിനും കൂടെ നിങ്ങളുടെ ഡ്യൂട്ടിയിൽ കിടന്നുള്ളൂ, അവർ എണ്ണയായി അതായത് ഇന്ധനമായി പോകുന്ന അംഗങ്ങളാണ്. ഇവരാണ് ഈ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ഇന്ധനം നിറച്ച ആ ദൃശ്യങ്ങൾ നമുക്ക് അവർ റെഡിയായി പോകുന്ന ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. അതായത് ഇവിടെ എത്തി എൻ്റെ സമീപത്തുള്ള JCBയിൽ അവർ ഇന്ധനം നിറച്ചു. അതിനുശേഷം ഈ സിവിൽ ഡിഫൻസ് അംഗങ്ങളും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സംയുക്തമായി തന്നെ തിരച്ചിൽ നടത്തുന്ന ഇവിടത്തുള്ള ഹിറ്റാച്ചികൾക്ക് JCB തുടങ്ങിയ കാര്യങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം എത്തിക്കേണ്ടതുണ്ട്. അത് നൽകുന്ന ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്.